എന്റെ ചെറുപ്പക്കാര, പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബ് വൽ അസ്ലാം റിജ്സും من عمل الشيطان فاجتنبوه لعلكم تفلحون. എത്ര വളരെ ശ്രദ്ധേയമായ ആയത്താണ്, ശ്രദ്ധിക്കേണ്ട ആയത്താണ്. പരിശുദ്ധമായ ഖുർആന്റെ ആയത്തുകളല്ലേ, നമ്മളിത് ഉൾക്കൊള്ളേണ്ടവരല്ലേ, ജീവിതത്തിന്റെ ഭാഗമാക്കേണ്ടവരല്ലേ. എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹു നമ്മൾ മുസ്ലിം ആക്കിയത് ഏറ്റവും വലിയ സമ്പത്തല്ലയോ, ഏറ്റവും വലിയ അനുഗ്രഹമല്ലയോ? അള്ളാഹു നമ്മളെ മുസ്ലിമാക്കാതെ കാഫിറാക്കിയിരുന്നുവെങ്കിൽ ബുദ്ധിന്റെ മുന്നിൽ പോയി നമ്മൾ ശിരസ്കരാകേണ്ടവരല്ലേ, കുരിശിന്റെ മുന്നിൽ പോയി കുരിശ് വയ്ക്കേണ്ടവരല്ലേ, വടവൃക്ഷത്തിന്റെ മുന്നിൽ പോയി പ്രണാമം അർപ്പിക്കേണ്ടവരാവുകയില്ലേ, ദീപാരാധന നടത്തേണ്ടവരായി അതപ്പതിച്ചു പോയവരാകുമല്ലോ. നഊദു ബില്ലാഹ്. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. അല്ലാഹു നമുക്ക് ചെയ്ത എത്ര വലിയ അനുഗ്രഹമാണ്, എത്ര വലിയ ഭാഗ്യമാണ്. അല്ലാഹു നമ്മളെ മുസ്ലിമാക്കിയത്. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നോ ആദ്യമായി തൗഹീദിന്റെ വാക്ക് കേൾക്കുകയല്ലേ, ചെവിയിലൂടെ കേൾക്കുകയല്ലേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല കേട്ടോ. എന്റെ പൊന്നുമോനെ, പൊന്നുമോളെ, ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് നീ പുറത്തേക്ക് വരുമ്പോ നീ അല്ലാഹുവിനെ മറന്നു പോകരുതേ, മറന്നു പോകരുതേ. അങ്ങനെ മറന്നു പോകാതിരിക്കാനാണ് നിന്റെ വലത് കാതിലേക്ക് ഇതാ ഓതിത്തരുന്നത്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ജഗത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. ഈ 10 മാസക്കാലത്തോളം ഉമ്മാന്റെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ നിന്നെയല്ലേ അല്ലാഹു സംരക്ഷിച്ചത്. ആ പടച്ചവൻ ഒരുവനാണ്, അവൻ ഏകനാണ്, അവൻ സ്തുത്യർഹനാണ്, അവൻ അജയ്യനാണ്, അവൻ അതിപരാശക്തിയാണ്, അവനാണ് ഈ ലോകത്തിന്റെ അതീശാധികാരി. അവനെ നിങ്ങൾ ആരാധിക്കണേ. ഈ പടച്ച തമ്പുരാന്റെ വാക്കുകളല്ലയോ നമ്മുടെ ചെവിയിലൂടെ നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ പിച്ച വെച്ച് വളർന്നു വരുന്ന ശൈശവത്തിൽ നിന്ന് കൗമാരത്തിൽ നിന്ന് യൗവനത്തിലേക്ക് കാലെടുത്ത് വെക്കുന്ന ചെറുപ്പക്കാരാ, നീ ഏതെങ്കിലും ബിവറേജസിന്റെ മുന്നിൽ പോയി നിന്നിട്ട് മദ്യം വാങ്ങിക്കൊടിച്ചാൽ നിന്റെ ഖബർ നിന്നോട് പറയുന്നത് എന്തെന്ന് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് അറിയിച്ചു തരികയാണ്. വെറുതെയല്ല, ഫജ്തനിബൂഹു ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. വെറുതെയല്ല അല്ലാഹു നമ്മളോട് പറഞ്ഞത്. നിങ്ങൾക്ക് വിജയം വേണമോ, നിങ്ങൾ രക്ഷ പ്രാപിക്കണോ, നിങ്ങൾക്ക് ഖബറിൽ ശാന്തി വേണമോ, സമാധാനം വേണമോ, ഫജ്തനിബൂ, മദ്യവും മയക്കുമരുന്നും നിങ്ങൾ ഒഴിവാക്കണേ, ഒഴിവാക്കണേ. അല്ലാഹു ഖുർആനിലൂടെ നമ്മളോട് ശടിച്ച് പറയുമ്പോ ഇന്നും അത് വകവെക്കാതെ എത്രയെത്ര ചെറുപ്പക്കാരാ, എന്റെ സഹോദരാ, സ്കൂളിൽ പോകുന്ന കുട്ടികളടക്കം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും അടിറ്റായി അതപ്പതിച്ചു പോയില്ലയോ? ഫജ്തനിബൂഹു ലഅല്ലകും തുഫ്ലിഹൂൻ. അതൊഴിവാക്കണേ, വലിച്ചെറിയണേ, വലിച്ചെറിയണേ. ആദരവായ റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ്, മന്നതഅമ ലുഖ്മതൻ മിനത്താമി ശാരിബൽ ഖംരി സല്ലല്ലാഹു അലാ ജസദി ഹയ്യതൻ വഅഖറബാ. ആരെങ്കിലും ഒരാൾ മദ്യപാനിക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ, ഒരു പിടി ഭക്ഷണം നൽകിയാൽ, ഉമ്മമാരെ, പെങ്ങന്മാരെ, നിങ്ങളുടെ മക്കൾക്കോ നിങ്ങളുടെ ഭർത്താവിനോ നിങ്ങളുടെ സഹോദരനോ മദ്യപിച്ച് നിന്റെ പുറകിലേക്ക് കയറി വരുമ്പോ അവർക്ക് ഒരു പിടി ഭക്ഷണം നീ വാരിക്കൊടുത്താൽ, വിളമ്പിക്കൊടുത്താൽ, നിന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം. സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. ആ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പാമ്പുകളെ, തേളുകളെ കൊണ്ട് നിറയ്ക്കുമത്രേ. അല്ലാഹു നമ്മളെ
കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ ഉമ്മമാരെ കാത്തുരക്ഷിക്കട്ടെ. എൻ്റെ സഹോദരിമാരെ, എൻ്റെ പെങ്ങന്മാരെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആലോചിച്ചു, പെങ്ങന്മാർക്കാണ് ശിക്ഷ. പെങ്ങന്മാർക്കാണ് ശിക്ഷ. ഭക്ഷണം വിളമ്പി കൊടുക്കുന്നവർ ആർക്ക്? വെള്ളം അടിച്ചിട്ട്, മയക്കുമരുന്ന് കഴിച്ചിട്ട്, പാൻപരാഗ് കഴിച്ചിട്ട്, തുളസി കഴിച്ചിട്ട്, ശംഭു കഴിച്ചിട്ട് പുറയിലേക്ക് കടന്നു വരുന്നവന് ഭക്ഷണം വിളമ്പി കൊടുത്താൽ എന്താ അതിന് കിട്ടുന്ന ശിക്ഷ? സല്ലല്ലാഹു അലാ ജസദിഹി ഹയ്യതൻ വഅഖറബാ. വെറുതെയല്ല പാമ്പ് പാമ്പ് എന്ന് അല്ലാഹുവും അവന്റെ റസൂലും പറഞ്ഞത്. ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ പ്രിയങ്കരിയായ ആയിഷ ബീവി പറയുകയാ, വൈലുൽ ലിൽ മാസി മിൻ അഹ്ലിൽ ഖുബൂർ. ഖബറിലേക്ക് തെറ്റുകളുമായി കടന്നുവരുന്നവരെ അവർക്ക് നാശമാണ്, അവർക്ക് നാശമാണ്, അവർക്ക് നഷ്ടമാണ്. തദ്ഖുലു ഫീ ഖുബൂരിഹിം ഹയ്യാത്തുൻ സുവദ്. അവരുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം ആ ഖബറിൽ കറുത്ത പാമ്പുകൾ ഇറങ്ങുകയാണ്. ഹയ്യത്തുൻ ഫീ റഅസിഹി വഹയ്യത്തുൻ മിൻ ദജ്ലിഹി. ഒരു പാമ്പ് അവന്റെ തലയുടെ ഭാഗത്ത് പത്തി വിളർത്തി വിഷം ചീറ്റി നിൽക്കുമ്പോ മറ്റൊരു പാമ്പ് അവന്റെ കാലിന്റെ ഭാഗത്ത് വിഷം ചീറ്റി നിൽക്കുകയാണ്. യഖ്റുസാനിഹാ ഹത്താ യൽതഖിയാ വസതാ. രണ്ട് ഭാഗത്തു നിന്നും ആ പാമ്പ് കൊത്തിക്കൊണ്ട് അവന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്ക് എത്തുമ്പോ, ആ ഹൃദയത്തിലേക്ക് ഇതാ കൊത്തുകൊള്ളുമ്പോ, ആ ഹൃദയത്തിലേക്ക് ആ പാമ്പ് വിഷം ചീറ്റുമ്പോ അവൻ ഇതാ വിലപിക്കുകയാ, റബ്ബിർജിഊൻ റബ്ബിർജിഊൻ. ഒന്ന് മടക്കുമോ അല്ലാ, ഒന്ന് മടക്കുമോ അല്ലാ. റബ്ബനാ അഖിറനാ ഇലാ അജലിൻ ഖരീബ് نجيب دعوتك ونتبع الرسل أولم تكونوا أقسمتم من قبل ما لكم من زوال ما لكم من زوال. അവനാ പരിതപിച്ചുകൊണ്ട് കബറിലെ കിടന്ന് നിലവിളിക്കുകയാണ്. ശിക്ഷകളെ നേരിൽ കാണുമ്പോൾ പൊട്ടിത്തെറിക്കുകയാണ്. എത്രയെത്ര പ്രഭാഷകരുടെ പ്രഭാഷണം കേട്ടവനാണ്. പ്രഭാഷണങ്ങൾക്ക് പഞ്ഞമുണ്ടോ, ക്ഷാമമുണ്ടോ? എത്ര പ്രഗത്ഭരാണ്, പ്രശസ്തരാണ്. കാതിലൂടെ നമുക്ക് മധുപൂർവ്വം ഭാഷണങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് കേൾക്കാത്ത ഒരു ചെറുപ്പക്കാരൻ ഇന്ന് ഈ കേരളക്കരയിലുണ്ടോ, ലോകത്തുണ്ടോ സഹോദരാ? അവനല്ലയോ നമസ്കാരമില്ലാതെ കഴിയുന്നത്? അവനല്ലയോ മദ്യപിച്ച് വീട്ടിലേക്ക് കടന്നു വരുന്നത്? മദ്യപിച്ചു വരുന്നവനും കേൾക്കുന്നത് വാളാണ്. സുബഹി നമസ്കരിക്കാതെ ഉറങ്ങുന്നവനും കേൾക്കുന്നത് വാളാണ്. ദുഹർ നമസ്കരിക്കാതെ വാഹനം ഓടിക്കുന്നവൻ കേൾക്കുന്നത് വാളാ. ദുഹർ നമസ്കരിക്കാതെ അസർ നമസ്കരിക്കാതെ കച്ചവടം ചെയ്യുന്നവനും കേൾക്കുന്നത് വാളാണ്. വാള് കേട്ടിട്ട് എന്ത് പുണ്യമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ പറയുകയാണ്, ഇവനാ കബറിൽ കിടന്ന് ആ ശിക്ഷ കാണുമ്പോ, ആ പാമ്പ് പത്ത് വിടർത്തിക്കൊണ്ട് കടന്നു വരുമ്പോ, ആ വിഷസർപ്പം ഇവന്റെ നെഞ്ചിലേക്ക് കുത്തി വിഷമിറക്കുമ്പോ ഇവൻ വിളിച്ചു പറയുന്നു, റബ്ബനാ അഖിറനാ ഇലാ അജലിൻ ഖരീബ്. ഒരു നിശ്ചിത സമയം വരെ ഞങ്ങളുടെ ആത്മാവിനെ ഒന്ന് മടക്കി തരണമേ അല്ലാ. നുജിബ് ദഅവതക. ഏത് പ്രഭാഷകന്റെ പ്രഭാഷണം ഞങ്ങൾ കേട്ടുകൊള്ളാമല്ലാ. പടച്ചവനെ, ഞങ്ങൾക്ക് വൈരുദ്ധ്യമില്ല റബ്ബേ, വിഭാഗീയതയില്ല റബ്ബേ. ഞങ്ങളെല്ലാ പ്രഭാഷണങ്ങളും കേട്ടുകൊള്ളാമല്ലാ. വനത്തബിഉർ റസൂൽ. നിന്റെ പ്രവാചകന്മാരുടെ പാതകളെ സ്വീകരിച്ചു കൊള്ളാമല്ലാ. നിന്റെ താക്കീതുകാരുടെയും മുന്നറിയിപ്പുകാരുടെയും വഴിയോരങ്ങളെ ഞങ്ങൾ അനുധാവനം ചെയ്തു കൊള്ളാം പടച്ചവനെ. അഖിറനാ ഇലാ അജലിൻ ഖരീബ്. ഒരു നിശ്ചിത സമയം വരെ ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ മറുപടി ചിരിച്ചിട്ട്, പഹയ എത്ര ബാല് കെട്ടവനാണ്, എത്ര ബാല് കെട്ടവനാണ്. എല്ലാ സദസ്സിലും പോയിരുന്ന് കേട്ടിട്ട് അതെല്ലാം ഉസ്താദ്മാര് ബാല് പറയും. ഇപ്പൊ അതെല്ലാം അങ്ങനെ തന്നെ നല്ല നല്ല പാങ്ങുള്ള ബാല്. പക്ഷെ നമുക്ക് പോയി ഇച്ചിരി ഒന്ന് അടിച്ചിട്ട് വരാം. എല്ലാം ബാല് ഉസ്താർ തന്നെ, നല്ല റാഹത്ത പാങ്ങുള്ള ബാല്. പക്ഷെ
ഇങ്ങനെ മായ്സറും ഖബറൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇപ്പൊ ഖബറിലും മായ്സറിലൊക്കെ പോയിട്ട് ഇടി കൊള്ളണം. ഇതൊക്കെ ഇങ്ങനെ വെറുതെ പറയാണ്. ആഖിറത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓനൊരു നിസാര മട്ടിലോൻ പറയും. അടി എന്തായാലും ഉണ്ടാവും, എന്തായാലും അടി ഉറപ്പാണ്. 2 അടിയുടെ കൂടുതൽ കിട്ടും, അത്രയല്ലേ ഉള്ളൂ. ഒരു ഗ്ലാസ് വെള്ളം അടിക്കാൻ മിനറൽ വാട്ടർ അല്ല, മറ്റേ വെള്ളം കട്ടറായി പറയുന്ന മക്കൾ. അതാണ് അല്ലാഹ് ഇവനോട് പരിഹാസ രൂപത്തിൽ പറയുന്നത്. നാളെ മഹ്ശറില്ല എന്നും ഖബറിലെ ശിക്ഷ ഇല്ല എന്നും വിചാരണയില്ല എന്നും ഒക്കെ പറഞ്ഞ് സത്യം ചെയ്ത് പറഞ്ഞവനല്ലേ ഇപ്പൊ അനുഭവിക്കുന്നില്ലേ? അവലം തകൂനൂ അഖ്സംതും മിൻ ഖബൽ മാലകും മിൻ സവാൽ. ഇനി മരണമില്ല, ഇനി ഒരു ജീവിതമില്ല, ഇനി പരലോകമില്ല എന്ന് വിശ്വസിച്ച് ആണയിട്ടവനല്ലേ നീ? അങ്ങനെ ആണയിട്ടവനല്ലേ? ദുനിയാവിൽ നീ വലിയ മാന്യനായിരുന്നല്ലോ, അനുഭവിക്കട എന്ന് അവനോട് പറയപ്പെടും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, മദ്യപിക്കുകയോ മയക്കുമെന്ന് കഴിക്കുകയോ ചെയ്യുന്നവന്റെ കൂട്ടത്തിൽ സഹകരിക്കരുതേ. നമ്മുടെയൊക്കെ സുഹൃത്തുക്കളായിരിക്കും, അവനോടൊപ്പം നമ്മൾ സഹകരിക്കരുത്. അവൻ നമ്മളെ അവോയ്ഡ് ചെയ്യണം, ഒഴിവാക്കണം. കാരണം എന്താ? അവനോടൊപ്പം സഹകരിച്ച് എന്താ സംഭവിക്കുക? വമൻ ജാലസഹു യൗമൽ ഖിയാമ വഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ ലാ ഹുജ്ജത ലഹു. ആരാണോ മദ്യപാനിയോടൊപ്പം സഹകരിക്കുന്നത്, ആരാണോ മദ്യപാനിയോടൊപ്പം യാത്ര ചെയ്യുന്നത്, ആരാണോ മദ്യപാനിയോടൊപ്പം പ്രവർത്തിക്കുന്നത്, ഹശറഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ അവനെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് അന്ധന്റെ കോലത്തിലാണ്. ലാ ഹുജ്ജത ലഹു, അവന് യാതൊരു തെളിവുമില്ല, ആധാരവുമില്ല. ദുനിയാവിൽ ഇവൻ മുസ്ലിം ലേബലിൽ ജീവിച്ച് മരിച്ചവനാണ്. ഇവന്റെ മയ്യത്ത് പള്ളിക്കറിസ്ഥാനിൽ മുസ്ലിം ഖബറിസ്ഥാനിൽ അടക്കം ചെയ്യപ്പെട്ടതാ. പക്ഷേ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട ദിവസത്തിൽ ഇവന്റെ നെറ്റിത്തടത്തിൽ ഈമാനില്ലാത്ത ഭാഷയാണ്. ലാ ഹുജ്ജത ലഹു, ഒരു നിലയ്ക്കും ഒരു തെളിവില്ല. ലാ ഹുജ്ജത ലഹു, ഒരു തെളിവും അവനില്ല. ഇവൻ മുസ്ലിമാണെന്നുള്ളതിന്റെ തെളിവില്ല. എന്നാൽ മുസ്ലിമായിട്ട് ദുനിയാവിൽ ജീവിച്ചവനാണ്. അവന്റെ മയ്യത്തെ പള്ളിയിൽ കൂടി നിസ്കരിപ്പിച്ചു, ഖബറിസ്ഥാനിൽ തന്നെ അടക്കി. പക്ഷെ നാളെ ആഖിറത്തിൽ ഉയർത്തെഴുന്നേൽക്കുമ്പോ ഇവന്റെ നെറ്റിത്തടത്തിൽ യാ കാഫിറു, ഏയ് കാഫിർ എഴുന്നേൽ. അല്ലാഹു അക്ബർ. ആരെയാ? വെള്ളടിച്ചവനല്ല, അവന്റെ കൂട്ടത്തിൽ സഹകരിച്ചവന്, അവന്റെ ഒപ്പരം സഹകരിച്ചവന്, അവന്റെ കൂട്ടത്തിൽ യാത്ര ചെയ്തവന്. വെള്ളം വാങ്ങിക്കൊടുക്കുന്ന ഓട്ടോറിക്ഷക്കാരുണ്ട് ബിവറേജസിൽ. നീ പോയി ബദിയെടുക്കാല് പോയിട്ട് വാങ്ങിയിട്ട് വന്നാൽ നിനക്ക് 100 രൂപ എക്സ്ട്രാ തരാം, എന്നാ പോയിട്ട് ഓട്ടോറിക്ഷയുടെ കൂലിയും കൊടുക്കും. ഓൻ പോയിട്ട് ക്യൂ നിന്ന് വാങ്ങിയിട്ട് വന്ന് കൊടുക്കും. ഓനും കിട്ടും നാളെ ആഖിറത്തിൽ. ഇവൻ വലിയ സ്കാരക്കാരനായിരിക്കും, വലിയ ഇബാദത്തുകാരനായിരിക്കും. ഹശറഹുല്ലാഹു യൗമൽ ഖിയാമത്തി അഅമാ, നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് അന്ധന്റെ കോലത്തിലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മദ്യപാനിയെ കുറിച്ച് ഉപയോഗിച്ചത് പന്നി എന്നാണ്. പന്നി, ഓ എത്ര വലിയ മോശം വാക്കല്ലേ. നമ്മളവിടെ സുഹൃത്തിനെ പോയിട്ട് പന്നി എന്ന് വിളിച്ചാൽ ആർക്കും ഇഷ്ടപ്പെടുവോ? പന്നിന്ന് ആർക്കും ഇഷ്ടപ്പെടും? നമ്മളിപ്പോ ഇങ്ങനെ രാത്രി യാത്ര ചെയ്താൽ ഈ കാട്ടിലൂടെ ഇറങ്ങി ഒരു സാധനം റിജിസ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചു. റിജിസ് എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചത് 2 കാര്യത്തിന്. ഒന്ന് ഹറാമായ ഭക്ഷണം പന്നി മാംസത്തിനും, 2 ഈ മദ്യത്തിനും. റിജ്സും മിൻ അമലി ശൈത്താൻ, റിജ്സും മിൻ അമലി ശൈത്താൻ. മദ്യവും മയക്കുമരുന്നും ശൈത്താന്റെ പണിയാണ്, ഇബ്ലീസിന്റെ പണിയാണ്. അത് റിജ്സാണ്. ഔ ലഹ്മ ഖിൻസീർ ഫഇന്നഹു റിജ്സ്. പന്നി മാംസത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞ വാക്ക് റിജ്സ് എന്നാണ്. അതേ വാക്കാണ് അല്ലാഹു ഉപയോഗിച്ചത് മദ്യത്തിനും. റിജ്സ്, പന്നിക്ക് തുല്യാണ് ഈ മദ്യം. കുടിക്കോ? കുടിച്ചിട്ട് കൊണ്ടുപോയി അവന്റെ മയ്യത്ത് നിസ്കരിക്കാവോ? നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ മാത മുദ്മിനൻ ലിൽ ഖംറി ആബിദി വസൻ ഔ കമാ ഖാല റസൂലുള്ളാഹി.
കാത്തുരക്ഷിക്കട്ടെ. മദ്യപിച്ച നമ്മുടെ സഹോദരങ്ങളെങ്ങാനും ആ അവസ്ഥയിൽ മരിച്ചു പോകാതെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. കാരണം ആ അവസ്ഥയിൽ മരിച്ചാൽ പിന്നെ പറയേണ്ട കാര്യമില്ല. കാരണം എന്നറിയോ, ഈമാനില്ലല്ലോ, ഈമാൻ എടുത്തു മാറ്റപ്പെടും. മൻ ശരിബൽ ഖംറ നസഅ അല്ലാഹു മിൻ ഖുലൂബിഹിമുൽ ഈമാൻ. ആരാണ് മദ്യം കഴിക്കുന്നത് അവന്റെ ഈമാൻ അല്ലാഹു സുബ്ഹാനഹു തആല എടുത്തു കളയും 40 ദിവസത്തേക്ക്. 40 ദിവസം, 40 ഡേയ്സ്. ഈ 40 ദിവസത്തിനുള്ളിൽ ഇവൻ പശ്ചാത്തപിച്ച് മടങ്ങണം. തൗബ, ഇനി കുടിക്കില്ല അല്ലാഹ്. ആ പശ്ചാത്താപമേ, അല്ലാഹുവേ ഇനി ഈ ആഴ്ച ഞാൻ കുടിക്കില്ല അല്ലാഹ്. പടച്ചോനില്ല അല്ലാഹ്, ഉറപ്പിച്ചല്ല ഈ ആഴ്ച ഞാൻ കുടിക്കില്ല അല്ലാഹ്. അതല്ല തൗബ. ഈ ആഴ്ച കുടിക്കില്ല എന്നല്ല, ഇനി കുടിക്കില്ല എന്ന് തൗബ ചെയ്ത് ഉറപ്പിച്ചാൽ അവന്റെ തൗബ അല്ലാഹ് സ്വീകരിക്കും. എൻ്റെ ഒരു സുഹൃത്ത് ജോലി ചെയ്തിരുന്ന സ്ഥലത്ത് അദ്ദേഹം ഒരു കള്ളുടി ഉണ്ടായിരുന്നു, മദ്യപാനം ഉണ്ടായിരുന്നു. മദ്യപിച്ച് തൗബ ചെയ്തു, കുറേ നാൾ മദ്യപിച്ചു. അയാൾ മരിക്കുന്നതിന് 6 വർഷം മുമ്പ് മദ്യം ഒഴിവാക്കിയ ആളാണ്. തൗബ ചെയ്ത് പള്ളിയായിട്ട് ബന്ധപ്പെട്ട് 6 വർഷം മുമ്പ് മരണപ്പെട്ട സമയത്ത് അവിടുത്തെ പള്ളിയിലെ മുഅദ്ദിനാണ് മയ്യത്ത് കുളിപ്പിക്കാൻ പോയത്. മയ്യത്ത് കുളിപ്പിച്ച സമയത്ത് വായിൽ നിന്ന് ദുർനാറ്റം, മദ്യത്തിന്റെ വാട, സ്മെല്ലുണ്ടായി എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 6 വർഷമായി മദ്യം കുടിച്ചിട്ട്. മദ്യപാനിയായ ഒരു സഹോദരനായിരുന്നു. മദ്യം കുടിച്ച് 6 വർഷമായിട്ട് ആ മനുഷ്യന്റെ ഉള്ളിൽ അതിന്റെ ഒരു അംശം ഉണ്ട് എന്നുള്ളതിന്റെ അർത്ഥമാണിത്. മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ആ ഒരു അവസ്ഥ ഉണ്ടായി. അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. എത്ര വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയായിരിക്കും, എത്ര വളരെ വിഷമകരമായ അവസ്ഥയായിരിക്കും, എത്ര വളരെ പ്രയാസകരമായ അവസ്ഥയായിരിക്കും. ഖബറിൽ പോകണ്ടേ? ആര് സഹായിക്കുമെന്നായി പറഞ്ഞത്? ആര് സഹായിക്കും? നമ്മുടെ ദുആ എങ്ങനെ സ്വീകരിക്കും? നമ്മുടെ സഹോദരങ്ങൾക്ക് ആ ദുആ ഖബറിൽ എത്തണമെങ്കിൽ, നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യണമെങ്കിൽ അവൻ ഈമാനോടുകൂടി മരിക്കണ്ടേ? അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മൾ ഈമാനുള്ളവരാക്കി മാറ്റണ്ടേ? നമ്മുടെ മക്കൾക്ക് ഈമാനുള്ളവരാക്കി നമ്മൾ മാറ്റിയെങ്കിൽ മാത്രമേ, ആ മക്കൾ നല്ല അവസ്ഥയിൽ നടന്നെങ്കിൽ മാത്രമേ നമുക്കും നാളെ ആഖിറത്തിൽ ആ മക്കളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയുള്ളൂ. തണുപ്പടിക്കുന്നുണ്ടോ? തണുപ്പടിക്കുന്നുണ്ടോന്ന് ആൾക്കാർക്ക് ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? ബക്കറ്റ് ഉണ്ടോ? അല്ല, ഈ തണുപ്പൊക്കെ അടിക്കുന്നുണ്ടോന്ന് എഴുന്നേക്കുന്നതാണോ? തണുപ്പടിക്കുന്നുണ്ടോ? നിർത്തോ? 11 മണി വരെയെങ്കിലും പ്രസംഗിക്കണ്ടേ? അല്ലെങ്കിൽ പിന്നെ എന്ത് പ്രസംഗപ്പാ? 1 മണിക്കൂർ ദുആക്കാരൊക്കെ നല്ല എഴുന്നേൽക്കുമ്പോൾ ഈ ആളുകളൊക്കെ ഈ തണുപ്പടിക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് തണുപ്പടിക്കൂല, നമുക്ക് നല്ല വിയർക്കാണ്, ചൂടാണ്. ബക്കറ്റ് ഉണ്ടോ ഉസ്താദ്? ബക്കറ്റ് ഇവരുണ്ടോ? കയ്യിലൊന്നും ആരും തരൂലെന്ന്. എല്ലാവർക്കും ലാഭം എന്ന് പറയുന്നത് കൊടുത്തു വിട്ടാൽ കിട്ടും. കയ്യിൽ പിടിക്കുന്നത് ഒരു 20% ആളുകളെ പിടിക്കുള്ളൂ. ബാക്കി എല്ലാവരും എഴുന്നേറ്റ് പോകും. നിങ്ങൾക്ക് കുറച്ച് പൈസ ആണെങ്കിൽ അങ്ങോട്ട് കൊടുത്തു വിടും. അതാണ് ഹൈർ. എനിക്ക് സൗകര്യം ഏതായാലും എനിക്കിപ്പോൾ കൈക്ക് പിടിച്ചാലെങ്കിൽ പ്രശ്നമൊന്നുമില്ല, അല്ലേ? നമ്മളിപ്പോൾ മുസാഫാത്ത് ജയിക്കാൻ മുന്നിൽ ഇരിക്കുന്ന ഒരു 10, 30, 40 പേര്, 50 പേര് വരും. ബാക്കി എല്ലാവരും പെട്ടെന്ന് ബ്ലോക്ക് ആവാതെ പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടി നോക്കും. പന്നി ഇറങ്ങുന്നതിന് മുമ്പേ പോകണ്ടേ പുറക്കി. ഇവിടെ ഉസ്താനം മുസാഫാത്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം മുസാഫാത്താക്കാന്ന് പറഞ്ഞ് പോകും. അപ്പോൾ അതുകൊണ്ട് ആ ബക്കറ്റിൽ റാഹത്തായിട്ട് കൊടുത്താൽ എല്ലാവർക്കും പൈസ കിട്ടും. അതാണ് അതിൻ്റെ ഹൈർ. അപ്പം അവരെയും കിട്ടും, പെണ്ണുങ്ങന്മാർക്കും കിട്ടും, അവരും കിട്ടും. അൽഹംദുലില്ലാഹ്. എന്നാലും എൻ്റെ ഉപ്പ മരണപ്പെട്ടായിട്ട് ബന്ധപ്പെട്ട് ഞാനെന്ന ഈ പരിപാടി ക്യാൻസലാക്കിയത് സമ്മതിക്കാതെ സംഘാടകർ നിർബന്ധിച്ച് നമ്മുടെ KB മുഹമ്മദ് സാഹിബിൻ്റെ നിർബന്ധമാണ്. അദ്ദേഹം വിളിച്ച് നിർബന്ധിച്ച് ഞാൻ എല്ലാ പരിപാടിയും ക്യാൻസൽ ചെയ്തതാണ്. ഇതിനു വേണ്ടി ഒരു ദിവസത്തേക്ക് വേണ്ടി വന്നതാണ്. ഖൈർ, അല്ലാഹു തആല മഗ്ഫിറത്ത് കൊടുക്കുമാറാകട്ടെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ നിങ്ങളും ഇത്രയും ദൂരത്തു നിന്നൊക്കെ വന്നതും പിന്നെ ഈ അടുത്ത സമയം ഇവിടെ മുള്ളേരിയിൽ ആ സ്ഥലത്തിൻ്റെ പേര് പരിപാടിക്ക് ഞാൻ എത്തിയില്ല, പള്ളപ്പാടിയില്ലേ? എന്തായാലും ഞാൻ വരുന്ന വഴിക്ക് അവിടെ ഒന്ന് കയറി ഒരു ദ്വാരം തട്ട് വന്നു. എന്തായാലും ഇപ്പോൾ വരുന്ന വഴിക്ക് എനിക്ക് അവിടെ ഒന്ന് കയറാൻ കഴിഞ്ഞു. അൽഹംദുലില്ലാഹ്. പാവപ്പെട്ട സഹോദരങ്ങളല്ലേ, ഒരു വലിയ പരിപാടിയൊക്കെ സംഘടിപ്പിച്ച് വെച്ചു. വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, നമുക്ക് മാനസികമായിട്ട് റാഹത്ത് ഉണ്ടാവില്ലല്ലോ. ഇപ്പം മരണപ്പെട്ടല്ലേ, വയസ്സായി കിടന്ന് കുറേ നാളായി. അവർക്ക് ഖിദ്മത്തൊക്കെ ചെയ്ത് അല്ലാഹു അതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. നമുക്ക് അത്ര മാനസികമായിട്ട് റാഹത്ത് ഉണ്ടാവില്ല.
അപ്പോൾ ഇന്ന് ഒരു പരിപാടിക്ക് ഉണ്ടായിട്ട് പോലും ആളുകളൊക്കെ ഇന്നും കുറേ ഉസ്താദന്മാർക്ക് വിളിച്ചിട്ട് പറഞ്ഞു, ആ പുറയിലേക്ക് വരുന്നു, ദുആ ഇറക്കാൻ വേണ്ടി വരുന്നു. പറഞ്ഞാൽ ഇല്ല ഉസ്താദ്, ഞാൻ പിന്നെ കാസർഗോഡ് ഒരു പരിപാടിക്ക് പോവാണ്, നാളെ എത്തി വരുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇവിടുന്ന് നിരന്തരമായിട്ടുള്ള ഈ വിളിയും സംഘാടകരുടെയും പ്രവർത്തകരുടെ ഉസ്താദ് KB ഒക്കെ കടന്ന് നിർബന്ധിച്ച് വിളിച്ച് ഇൻഷാ അല്ലാഹ് അങ്ങനെ എത്തിയതാണ്. എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഒരുമിച്ച് കൂടലൊരു സാലിഹായ അമലാക്കി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമ്മൾ ഈ പരിസരത്തൊക്കെ ഇൻഷാ അല്ലാഹ് പള്ളങ്കോട് പരിസരത്ത് ഇവിടെയൊക്കെ ഒരു നല്ലൊരു ഹിഫ്ളും മദ്രസയുമായൊക്കെ ബന്ധപ്പെട്ട് ഇൻഷാ അല്ലാഹ് ഒരു നല്ല നിയ്യത്തുണ്ട്. നമ്മളെ നല്ല സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് അവിടുത്തെ വലിയ ദീനി ബോധമുള്ള പ്രവർത്തകർ, ചെറുപ്പക്കാർ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. പ്രവാസ ജീവിതം പ്രവാസികളായ സഹോദരങ്ങൾ അവരുടെ സമ്പത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പണം ചെലവ് ചെയ്ത് ദീനിന്റെ സ്ഥാപനം, ഇൽമിന്റെ സ്ഥാപനം, നമുക്കൊക്കെ അല്ലാഹു ധാരാളം പണം തന്നിട്ടുണ്ട്. ആ പണം നല്ല മാർഗത്തിൽ നമ്മൾ ചെലവ് ചെയ്യണം. കുറേ പണം ഉണ്ടാക്കിയിട്ട് വീട് വെച്ച് വലിയ വണ്ടി എടുത്ത് ബിരിയാണിയൊക്കെ വെച്ച് എന്താ സെറ്റപ്പ് ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാനൊരു കല്യാണത്തെ കുറിച്ച് കേട്ട് 2 കോടി രൂപ ഭക്ഷണത്തിന് മാത്രം. എന്ത് കല്യാണം അല്ലാഹു അലത്, എന്താ ഈ കല്യാണം? എത്രയോ പ്രസംഗിച്ചിട്ടും ആളുകൾക്കിടയിൽ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല. അപ്പൊ ഈ പണം നല്ല മാർഗത്തിൽ ചെലവ് ചെയ്യും. മദ്രസകൾക്ക്, പള്ളികൾക്ക്, ഹിഫ്ളിന്റെ സ്ഥാപനങ്ങൾ, ബനാത്തുകൾ, നമ്മുടെ മക്കൾ നന്നാവട്ടെ, അതിനുവേണ്ടി നമ്മളെ പണങ്ങൾ ചെലവാക്കുക. ഇതൊക്കെ ആഖിറത്തിൽ ഒരുപാട് ഇതിന് ഹിസാബ് ഉണ്ടാകും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹലാലായ നിലയിൽ സമ്പാദിച്ച് ഹലാലായ നിലയിൽ ചെലവ് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഹറാമായ ഭക്ഷണ പാനീയങ്ങളിൽ അകന്നു നിൽക്കാൻ തൗഫീഖ് നൽകും. ഖബറിലേക്കുള്ള യാത്രയാണ് നമ്മുടെ വിഷയം. ആ ഖബറിലേക്കുള്ള യാത്ര സന്തോഷമായ യാത്രയായിരിക്കണം. നല്ല അവസ്ഥയിൽ മരിക്കണം. അല്ലെങ്കിൽ നല്ല അവസ്ഥയിൽ മരിച്ചില്ല എങ്കിൽ നമുക്ക് ഖബറിൽ സന്തോഷം കിട്ടൂല. നിസ്കാരം, ഇബാദത്ത്, സക്കാത്ത്, ഹജ്ജ്, ഇതൊക്കെ നന്മകൾ ചെയ്തിട്ട് വേണം നമ്മൾ ഖബറിലേക്ക് പോകാൻ. ഹറാമായി നമ്മൾ തിന്നിട്ട് ഹറാമായ ഭക്ഷണം കഴിച്ച് നമ്മുടെ ഇബാദത്തുകൾ കൊണ്ട് നമുക്ക് ഗുണമുണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒരു ഹദീസ് കേട്ടോ, നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, യുജാഉ യൗമൽ ഖിയാമത്തി ബിഉനാസ്, ഒരു വിഭാഗം ആളുകളെയും കൊണ്ട് നാളെ മഹ്ശറിലേക്ക് കടന്നു വരികയാ. മഅഹും മിനൽ ഹസനാത്ത്, അവരുടെ ഭാഗത്ത് ധാരാളം നന്മകളുമായിട്ടാണ് അവർ കടന്നു വരിക. കജിബാലി തിഹാമ പർവ്വതം പോലെ ഭീമമായ നന്മകളുമായിട്ടാണ് അവർ നാളെ മഹ്ശറിലേക്ക്, റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ റബ്ബിന്റെ അരികിലേക്ക് അവരെ കൊണ്ടുവരപ്പെടുമ്പോ ഫജഅലഹും ഹബാഅം മൻസൂറാ, അതെല്ലാം അറിയപ്പെട്ട ധൂളികളെ പോലെയാണ്, ഭസ്മമായി പോവുകയാണ്, അതെല്ലാം നശിച്ചു പോവുകയാണ്, തകർന്നു പോവുകയാണ്. ഉടനെ സ്വഹാബത്ത് ചോദിക്കുകയാണ്, വമാദാക യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അവർ നമസ്കരിച്ചവരല്ലേ, അവർ നോമ്പെടുത്തവരല്ലേ, അവർ സക്കാത്ത് കൊടുത്തവരല്ലേ, അവർ ഒരുപാട് നന്മകൾ ചെയ്തവരല്ലേ ഹബീബേ? അവരുടെ നന്മകൾ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തിയപ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്ന് സഹാബാക്കൾ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുമ്പോ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കാനൂ യുസല്ലൂൻ, അവർ നമസ്കാരമുള്ളവരായിരുന്നു, വയസൂമൂൻ, അവർ നോമ്പെടുത്തവരാണ്, വയസക്കൂൻ, അവർ സകാത്ത് കൊടുത്തവരാണ്, വയഹുജ്ജൂൻ, അവർ ഹജ്ജ് ചെയ്തവരാണ്, വയതസദ്ദഖൂൻ, അവർ സദഖകൾ ചെയ്തവരാണ്. പിന്നെ എന്തുകൊണ്ടാണ് അവർ നരകത്തിലേക്ക് എറിയപ്പെടുന്നത് നബിയേ? അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് ചോദിച്ചപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, ഈ നമസ്കാരവും ഇബാദത്തും നോമ്പും സക്കാത്തും ഹജ്ജും ഒക്കെ ചെയ്ത മനുഷ്യർ ഇദാ ഉരിള അലൈഹിം ശൈഉം മിനൽ ഹറാം, ഹറാമിന്റെ അംശം കണ്ടു കഴിഞ്ഞാൽ, ഹറാമിന്റെ സമ്പത്ത് കണ്ടാൽ, ഹറാമിന്റെ ഭക്ഷണം കണ്ടാൽ, ഹറാമിന്റെ വിഭവങ്ങൾ കണ്ടാൽ, അഖദൂഹു, അതെത്തിപ്പിടിക്കുകയാ. അക്കാരണത്താൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരുടെ ഫഅഹബത്തല്ലാഹു അമാലഹും, അവരുടെ കർമ്മങ്ങളെ മുഴുവനും അല്ലാഹു വിഫലമാക്കി നശിപ്പിച്ചു കളഞ്ഞു. സഹാബ